ഇവിടെ ഹോളിവുഡ് ഇല്ല. ഈ കൊച്ചു കേരളത്തിൽ സ്മോൾ വുഡേ ഉള്ളൂ. ഹോളിവുഡ് മതി, മോളിവുഡ് മതി. സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, സിനിമ കുറെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ പടം ബ്രൂട്ടലി ഒരു കിടിൽ എക്സ്പീരിയൻസ് ആണ്. അന്യായ പടം. ഫസ്റ്റ് വിൽ ഓൾവേസ് ബി റെക്കോർഡഡ് ആൻഡ് റിമെമ്പർഡ് ഇൻ ഹിസ്റ്ററി. എൻ്റെ ആദ്യ സിനിമ എല്ലാവരും ഓർക്കണം. ഈ സിനിമയ്ക്കകത്ത് സിനിമയുടെ കഥ പറഞ്ഞ പല പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ സിനിമയ്ക്കകത്ത് ചതിക്കഥ പറഞ്ഞ സിനിമയിലെ ടോപ്പ് പടം. എനിക്ക് വെറൊരു ഫിലിം മേക്കറായ പോര സുചി, എൻ്റെ ഫീൽഡിലെ ബെസ്റ്റ് ആകണം. ദി ബെസ്റ്റ് ഹൊറർ ഫിലിം മേക്കർ മലയാളം സിനിമ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. മലയാളത്തിനൊരു നസ്ലൈൻ ഉണ്ടെന്നാണ് പറയാനുള്ളത്. ആ നടൻ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നെസ്ലിന്റെ ബെസ്റ്റ് പെർഫോമൻസ്, അയാളുടെ ഡയലോഗ് ഡെലിവറി, നടത്തം, നോട്ടം, ഇമോഷൻസിനെ ക്യാരി ചെയ്യുന്നതിൽ ഒക്കെ നസ്ലൈൻ ആസ് ആൻ ആക്ടർ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് മോളിവുഡ് ടൈംസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല നെസ്ലിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു ക്യാരക്ടർ ഇത്രയും മെച്യൂർ ആയിട്ട് ചെയ്തു പോകുന്നുള്ളത്. ഗംഭീര പ്രകടനം നെസ്ലിൻ. കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ് ഇറ്റ് ബി നസ്ലിൻ, ലെറ്റ് ഇറ്റ് ബി എനിവൺ. നല്ല ഡെപ്തുള്ള ക്യാരക്ടറാണ്, ഒരുപാട് ഇമോഷൻസ് ഉള്ള ക്യാരക്ടറാണ്. പല സന്ദർഭങ്ങളിലൂടെ, കഥാസന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ട അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആർക്കുള്ള ഒരു ക്യാരക്ടറാണ്. അത് നസ്ലിൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേരുടെ ഒരു വേൾഡ് വ്യൂ ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ സെക്കൻഡ് പടത്തിൽ നല്ല പോലെ കാണിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ മുകുന്ദൻ ഉണ്ണി കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ഈ പടവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മുകുന്ദൻ്റെ ഉണ്ണി അസോസിയേഷൻ എങ്ങനെ എടുത്തോ അതിൻ്റെ മേലെ നിൽക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്.